നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിൽ സീരിയസ് പൊളിറ്റിക്സ് സംസാരിക്കുന്ന കാലം താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നതെല്ലാം ഹാസ്യ പൊളിറ്റിക്സ് ആണ്. അതിൻ്റെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ദൃശ്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ പ്ലേ ചെയ്യണം. ഖുഷി എന്ന വിജയുടെ സിനിമയിലെ കെട്ടിപ്പൂടി കെട്ടിപ്പൂടിയിടാ എന്ന് തുടങ്ങുന്ന ആ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ KPCC ഓഫീസിൻ്റെ മുന്നിൽ ഒരു നിർബന്ധിത കെട്ടിപ്പിടുത്തം. കാര്യം ഈ ഹഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളവർ തമ്മിൽ സ്നേഹ ഊഷ്മളമായിട്ടുള്ള ഒരു ആലിംഗനം, മനസ്സിലായില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അത് നമ്മൾ ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാറില്ല. പക്ഷേ ഈ സീരിയസ് പൊളിറ്റിക്സ് അവസാനിച്ചതിന് ശേഷം ഇനി KPCC കേന്ദ്രീകരിച്ച് നടക്കുന്ന പൊളിറ്റിക്സ് എന്തൊക്കെയാണെന്ന് ഈ ദൃശ്യം നിങ്ങളെ തെളിയിക്കും. കണ്ടല്ലോ, ചെറിയാൻ ഫിലിപ്പ് കാത്തു നിന്നത് പോലെയാണ്. കിട്ടിപ്പോയൊരവസരം എങ്ങനെ വിജയിച്ചൊക്കെ പറഞ്ഞല്ലേ, ഇതിൻ്റെ ഇടയിൽ കൂടെ ആകുമ്പോൾ വർക്കാവുമെന്നാണ് കരുതിയത്. പക്ഷേ അതേ ബിന്ദു കൃഷ്ണ അകത്തേക്ക് പോയതിനു ശേഷം മറ്റൊരു മാധ്യമ പ്രവർത്തകയെ കണ്ടപ്പോൾ ആ സ്നേഹോഷ്മള ബന്ധം പരസ്പരം ഹഗ് ചെയ്ത് അവിടെ കാട്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചെറിയാൻ ഫിലിപ്പ് പരമാവധി ശ്രമിച്ചെങ്കിലും ഒരു കാരണവശാലും അവർ അതിന് തയ്യാറാകാത്തത് ചില അവസരങ്ങളിൽ നമ്മുടെ ഉള്ളിലിരിപ്പെടുത്തങ്ങ് പ്രയോഗിക്കാമെന്നുള്ളത് ബിന്ദു കൃഷ്ണയ്ക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അവർ പ്രതിരോധം തീർത്ത് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. MLA ആയിട്ട് ജയിച്ചു വരുമ്പോൾ KPCC ഓഫീസിന്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുകയാണ്, ഇങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളുമായിട്ടൊക്കെ. എന്തായാലും ഈ ഒരു ദൃശ്യം കാണുമ്പോൾ ഇതൊക്കെ കോൺഗ്രസിനകത്ത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ് തോന്നുകയാണെങ്കിൽ ഇത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച സംഭവവികാസങ്ങളാണെന്ന് ഈ സിനിമാ ദൃശ്യം കൂടി നിങ്ങൾ നോക്കിയേ. കണ്ടല്ലോ, ആ ദൃശ്യത്തിന് മുന്നേ പറഞ്ഞു വെച്ചത് ഇങ്ങനെയൊക്കെയാണ്. അങ്ങോട്ട് പോയിട്ട് സ്നേഹപ്രകടനം നടത്തുന്ന ചില വീക്ക്നെസ് മൈൻഡുകൾ ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയായിട്ടാണ് ആ ദൃശ്യം തെളിയിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കാണണം, അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും അരങ്ങേറിയിരുന്നിടത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഏത് നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതിൻ്റെ സാമ്പിളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒന്ന് വിജയിച്ച് KPCC ഓഫീസിലേക്ക് ബിന്ദു കൃഷ്ണമാർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ചില നേതാക്കന്മാരെ കാരണം ഉള്ളത്. കാര്യം നമ്മൾ ആരോഗ്യപരമായിട്ട് ഒരാളെ കാണുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് ആദ്യം നമ്മൾ ഏറ്റവും ക്ലോസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുക ആണ് പതിവ്. അതൊന്നും മുതിരാതെ ഇങ്ങനെ ഇതൊരു അവസരമാക്കി എടുക്കാമെന്നൊക്കെ കരുതുന്നവർക്ക് പോലും ഈ ഒരു സിറ്റുവേഷനിൽ ജയിച്ചു വരുന്ന സന്ദർഭം ഏതൊക്കെ കാര്യത്തിലാണ് ചിലർ വിനിയോഗിക്കുന്നു എന്നുകൂടി ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. വിട്ടു